ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഓരോ ദിവസവും കറി വെക്കാന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ പിടിച്ച കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് കറി വെക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലേ, ഇതുപോലെ ഇഞ്ചി, പച്ചമുളക്, സബോള, വേപ്പില നുറുക്കി അതിലേക്ക് 2 തക്കാളിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില കൊടുക്കേ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു മുറി നിറയെ തേങ്ങ ചിരകി അത് നന്നായിട്ട് അരച്ച് അതിൻ്റെ തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീൻ എടുത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പൊടിയാവണ്ട. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തതിന് ശേഷം നമ്മുടെ തിളച്ച് വരുന്ന നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെമ്മീൻ നമ്മൾ മുഴുവനായിട്ട് അതിൽ ഒരു കഷ്ണം പോലെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പൊടിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടിച്ച് ഞാൻ 1 ടീസ്പൂൺ മാറ്റിയിട്ട് ബാക്കിയുള്ള പൊടിയാണ് കേട്ടോ ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കറിയൊക്കെ സെറ്റായി വന്നപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തൻപാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൻപാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി നമ്മൾ താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് ആ പൊടിയും കൂടെ ഇതിലിട്ട് കൊടുത്ത് നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചാറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.